ഗായ്സ് ഓക്കെ ഇവിടെ എപ്പോഴും തല്ലേ നമ്മുടെ ജാക്കിങ്ങളൊക്കെ എന്തായാലും പുതിയതായിട്ട് 2 വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ജാക്കുകളൊക്കെ എന്തായാലും പുതിയതായിട്ട് 2 വണ്ടികളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടാ. ഇതാണ് 2 വണ്ടിയും വെച്ചാൽ ഓക്കെ ഓക്കെ ഗൈസ്. ഈ ഒരു കാണുന്ന റെഡ് ബൈക്കില്ലേ, ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ സൂപ്പർ സ്പ്ലെൻഡറുകളൊക്കെയാണ് കേട്ടാ. നൈസ് ബൈക്കാണ് കേട്ടാ. സാധാരണ ഒരു ബൈക്കാണ്, അത് മൊത്തം റെഡ് അടിച്ച് ഒരു അടിപൊളി ബ്രൗൺ കളർ പോലത്തെ ഒരു അലോയൊക്കെ ഏറ്റി വെച്ചേക്കാണ് കേട്ടാ. അതേപോലെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹണ്ടറാണ് കേട്ടാ, കസ്റ്റം മോഡിഫൈഡ് ബ്ലാക്ക് ഹണ്ടർ. ഓക്കെ ഇതിൻ്റെ അലോ എല്ലാം മാറ്റി ഫുള്ള് സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടാ. നമ്മൾ പുതിയതായിട്ട് സെറ്റാക്കിയ 2 ബൈക്കാണ് കേട്ടാ. എനിക്കിതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഹണ്ടറാണ് കേട്ടാ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഹണ്ടർ തന്നെ നമ്മൾ ഇനി പണിയാക്കി വെച്ചേക്കണം വെച്ചാൽ ഓക്കെ. നമ്മുടെ കയ്യിൽ തന്നെ ഒരു താറുണ്ടായിരുന്നു ഓക്കെ, അത് ഞാൻ എന്തായാലും മോഡിഫൈ ചെയ്യാനായിട്ട് അവിടെ ബെന്നിയുടെ കൊടുത്തിരിക്കുകയാണ് കേട്ടാ. ബെന്നിയുടെ ഗാരേജിൽ നമുക്ക് അതുണ്ട് കേട്ടോ. ഇതാരാണടാ ഒരു ഫോർച്യൂണർ കൊണ്ട് ഇവിടെ വന്നേക്കണം ഓക്കെ. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഹണ്ടറില്ലേ ഓക്കെ, നമ്മുടെ ഹണ്ടറിനൊക്കെ നമുക്ക് എന്തായാലും ഗാരേജിൽ കയറ്റി പാർക്ക് ചെയ്ത് എന്തായാലും വെച്ചിരിക്കുക. വെളിയിലിടണ്ട ഓക്കെ, വെളിയിലിട്ടാൽ വല്ല മഴയും വല്ല പൊയ്യുമ്പോൾ വണ്ടി അഴുക്കാം കേസ് ഓക്കെ. ഓക്കെ കേസ് ആരും ഒരാളെന്തായാലും അവിടെ ഒരു ഫോർച്യൂണർ കൊണ്ടെന്തായാലും നിൽപ്പുണ്ട് ഓക്കെ. അത് ആരാണെന്ന് അറിയണം ഓക്കെ. നമ്മുടെ ഹണ്ടർ നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, പിന്നെ ഒതുക്കിയിടാം ഓക്കെ. ആ ഫോർച്യൂണർ കൊണ്ട് ആരാണെന്ന് തോന്നുന്നത് വെച്ചാൽ ഓക്കെ. ഇതാരാണ്? ഓ ഗൈസ് ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ജാക്കിൻ്റെ ഒരു പഴയൊരു ഫ്രണ്ടാണ് ഓക്കെ. ഇവൻ്റെ പേര് ഷിൻഡോ എന്നാണ് ഓക്കെ, ഷിൻഡോ ഓക്കെ. നമ്മുടെ ജാക്കിൻ്റെ പഴയൊരു ഫ്രണ്ടാണ് ഷിൻഡോ എന്ന് വെച്ചാൽ ഓക്കെ. ജാക്ക് എന്ന് വെച്ചാൽ ഗൈസ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേരാണ് കേട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും നാളായിട്ട് അറിഞ്ഞൂടായിരുന്നു ഈ ക്യാരക്ടറിൻ്റെ പേരെന്തായിരുന്നു എന്നൊക്കെ. ഞാൻ തോന്നിയ പോലെ ഫ്രാങ്ക്ലിൻ എന്നും ടോമി എന്നും അങ്ങനെ എന്തൊക്കെയായിരുന്നു വിളിച്ചോണ്ട് നടന്നത് വെച്ചാൽ ഓക്കെ. റിയലായിട്ട് ഈ ക്യാരക്ടറിൻ്റെ പേര് ജാക്ക് എന്നാണ് ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ജാക്ക് എന്ന് വിളിക്കുന്നത് വെച്ചാൽ ഓക്കെ. ഓക്കെ അപ്പോൾ നമ്മുടെ ജാക്കിൻ്റെ ഒരു പഴയൊരു ഫ്രണ്ടുകളൊക്കെയാണ് കേട്ടോ ഷിൻഡോ എന്ന് വെച്ചാൽ ഓക്കെ. ഓക്കെ എടാ ഷിൻഡോ എന്തിനാണ് ഇപ്പോൾ വന്നത്? എടാ ജാക്കിയെ ഞാനാണെങ്കിലില്ലേ ഒരു അടിപൊളി സാധനം കാണിക്കാനായിട്ടാണ് കേട്ടാ വന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഏറ്റവും പുതിയതായിട്ട് എടുത്ത ടൊയോട്ട ഫോർച്യൂണറാണ് കേട്ടാ. പക്ഷേ ഈ വണ്ടി കാണാൻ ഒരു ഭംഗിയില്ല. ഈ വണ്ടി ഭയങ്കര സ്റ്റോക്ക്, അത് മാത്രമല്ല ഈ വണ്ടി കിടക്കണതുണ്ട് നോർമലായിട്ടുള്ള അലോയ്സാണ്. അത് മാത്രമല്ല ഈ ഒരു വണ്ടി ടോപ്പ് വേരിയൻ്റ് ആണെങ്കിലും പോലെ വലിയ കാര്യമായിട്ട് മോഡിഫിക്കേഷൻ ഒന്നുമില്ല. എടാ ജാക്കിയെ നീ ആണെങ്കിലില്ലേ ഈ വണ്ടിയാണെങ്കിൽ ഒന്ന് ഫുള്ളൊന്ന് മോഡിഫൈ ചെയ്ത് സെറ്റാക്കി വേറെ ലെവല് ലുക്കാക്കിയെന്ന് എനിക്കാക്കി തരുമോ? ആടാ ഷിഡോയെ ഏറ്റടാ. അപ്പോൾ എന്തൊക്കെയാണ് ഈ വണ്ടിക്ക് ചെയ്യേണ്ടത്? എടാ ജാക്കിയെ നിനക്ക് തോന്നിയ പോലെ നീ വണ്ടി അടിപൊളിയാക്കി മോഡിഫൈ ചെയ്ത് വെച്ചോ, ഞാനാണെങ്കിൽ അതിന് പകരം നിനക്ക് വേറെ സാധനം തരാം. ആടാ ഷിൻഡോയെ ശരിയടാ. ഓക്കെ അപ്പോൾ നമ്മുടെ ഷിൻഡോയെ നമുക്ക് എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ അവൻ്റെ ഈ കാണുന്ന ടൊയോട്ട ഫോർച്യൂണർ അല്ലേ ഓക്കെ. ഈ ഒരു ടൊയോട്ട ഫോർച്യൂണർ കണക്ക് നമ്മളെന്തായാലും ഏതാണ് ഫുള്ളായിട്ട് എന്തായാലും പണിഞ്ഞ് സെറ്റാക്കി എന്തായാലും മൊത്തത്തിലൊന്ന് മോഡിഫൈ ചെയ്ത് സെറ്റാക്കി കൊടുക്കണമെന്ന് നമ്മുടെ ഷിൻഡോയെ കണക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്കെ. നമ്മുടെ ജാക്കിൻ്റെ ഫ്രണ്ടുകളാണ് ഓക്കെ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കെന്നല്ലേ ഈ ഒരു ഫോർച്യൂണർ കൊണ്ട് നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിൽ പോകാം, എന്നിട്ട് ഈ ഒരു വണ്ടി കട്ടയ്ക്ക് മോഡിഫൈ ചെയ്ത് വേറെ ലെവലിൽ ലുക്കാക്കി എന്നാലും എടുക്കാം കേസ് ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് എന്നാലും നമ്മുടെ ഏതാണ് ബെന്നിയുടെ ഗാരേജിലോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ നമ്മുടെ താറാണ് ആ സൈഡിൽ കിടക്കണമെന്ന് വെച്ചാൽ കേട്ടാ. ആ കാണാൻ ബ്ലൂ താറ് നമ്മുടെയാണ് കേട്ടോ. സാധനം ഒരു റെഡ് കളറായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പം വണ്ടിയുടെ ലുക്ക് മൊത്തം പറഞ്ഞാൽ മാറിയിട്ടെന്നാലും ഉണ്ട് കേട്ടോ. ഇനിയും പണിയുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ ബെന്നി സെറ്റായി കൊണ്ടുവന്നാലും നിൽക്കുകയാണ് കേട്ടോ. ആ എന്തെങ്കിലുമൊക്കെ കേട്ടോ, ഇവിടെ നിന്ന് എന്ത് ചെയ്താലും എല്ലാം ഫ്രീ ആണ് ഓക്കെ. നമുക്കപ്പോൾ നമ്മുടെ ഷിൻഡോ ഇല്ലേ ഷിൻഡോ ഓക്കെ, നമ്മുടെ ഏതാണ് ജാക്കിൻ്റെ ഫ്രണ്ടായ ഷിൻഡോയുടെ ഈ ഒരു വണ്ടി അങ്ങ് മൊത്തം ഒന്ന് പണിഞ്ഞിറക്കാം ഓക്കെ. നമുക്കിപ്പോൾ ബോഡി കളർ എന്ത് കൊടുക്കാം ഓക്കെ. നമുക്ക് ബോഡി കളർ ബ്ലൂ കൊടുത്താലോ, വെറൈറ്റി കളർ അടിക്കാം. ഈ ബ്ലാക്ക് വൈറ്റ് ഒന്നും വേണ്ട ഓക്കെ. ഈ കളറും കൊള്ളാം കേട്ടോ. ഇതെന്ത് കളറാണെന്ന് വെച്ചാൽ ഒരു ക്രീം പോലത്തെ കളറാണ് കേട്ടോ. ബ്രൗൺ ഉണ്ട് കേട്ടോ. ബ്രൗൺ കാണാൻ കൊള്ളാം കേട്ടോ. ഒരു മറ്റേ എന്താ പറയുക ചെളിയുടെ കളറാണ് ബ്രൗൺ എന്ന് വെച്ചാൽ ഓക്കെ. പക്ഷേ ഈ ബ്രൗൺ കാണാൻ കുഴപ്പമില്ല കേട്ടോ. പിന്നെ റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പച്ച എൻ്റെ മോനെ പച്ച കളറാണ് പച്ച കളർ ഓക്കെ. പച്ച ഗ്ലാസിന് കളറിൽ എപ്പോഴും ബ്ലാക്ക് അടിക്കും ഓക്കെ. ബ്ലാക്ക് ടിൻ ഓക്കെ. ഹോണൊക്കെ ആണെങ്കിലും ഹോണൊക്കെ നമ്മളെന്തായാലും ഒരു ഹോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. വീലൊക്കെ എന്ത് വീലൊക്കെ വീലൊക്കെ പുറത്തോട്ട് തള്ളി നിർത്തിയാൽ ഈ ഒരു വീൽ വെച്ചാൽ ഈ ഒരു വീലൊക്കെ ഇതാണ് നമ്മൾ മിക്ക വണ്ടിയിൽ വെക്കണമെന്ന് വെച്ചാൽ ഓക്കെ. ഈ വീല് വലിയ കാര്യമായിട്ട് കുഴപ്പമില്ല ഈ വണ്ടിയുള്ളത്, പക്ഷേ അത് വേണ്ടെന്ന് നമുക്ക് പറഞ്ഞത് ഓക്കെ. നമുക്ക് വെളിയോട്ട് തള്ളി ഞാൻ വീൽ വെക്കാം ഓക്കെ. അതാകുമ്പോൾ ഒരു കിടല ലുക്ക് ഇടാം. പിന്നെ കളർ നമുക്ക് പച്ചനെ കൊടുത്താലോ ഓക്കെ. പച്ച കൊടുത്താൽ ഒരു ചെറിയ ഭംഗികളുണ്ട്, പക്ഷേ നമ്മൾ ഇതുവരെ വണ്ടിയുടെ ബോഡി കളർ അനുസരിച്ച് നമ്മൾ വണ്ടിയുടെ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ബ്ലാക്ക് അടിച്ച് കൊള്ളാം കേട്ടോ, വൈറ്റും കൊള്ളാം കേട്ടോ. പക്ഷേ നമ്മൾ പച്ച അടിക്കണം, നമുക്ക് ലൈറ്റ് പച്ച അടിക്കാം കേട്ടോ. ഡാർക്ക് വേണ്ട അല്ലെങ്കിൽ ഡാർക്കിനെ കിടക്കട്ടെ ഓക്കെ. ഡാർക്ക് വേണം. ഇപ്പോൾ സസ്പെൻഷൻ കൂട്ടണോ അതോ കുറയ്ക്കണോ? എനിക്ക് തോന്നണത് നമുക്ക് സസ്പെൻഷൻ ഫുൾ കൂട്ടാനല്ലേ, കുറച്ച് കാണാൻ ഭംഗി ഉണ്ടാവും. കുറച്ച് വലിയ കുഴപ്പമില്ല. എന്നാലും ഒരു കാര്യം ചെയ്യും നമുക്കില്ലേ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ ഫുള്ളായിട്ട് കൂട്ടാൻ ഓക്കെ. എന്നിട്ട് ബാക്കിലത്തെ സസ്പെൻഷൻ ഫുൾ താത്തിട്ടാല എന്താ പറയുക അങ്ങനെ കിടക്കട്ടെ ഓക്കെ. അതാകുമ്പോൾ ഒരു ഭംഗിയുണ്ട് ഓക്കെ. വീലിൻ്റെ സൈസ് ഓക്കെ. ഫ്രണ്ടിലത്തെ വീൽ ഫുൾ വലുതാക്കാം ഓക്കെ. ബാക്കിലത്തെ വീൽ വലുതാക്കണം ഓക്കെ. ബാക്കിലത്തെ വീലോട് വലുതാക്കാം കേട്ടോ. വണ്ടി താന്നിരിക്കണം ചെറുതായിട്ട് ഫീൽ ചെയ്യണം കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ഫ്രണ്ടിലത്തെ വീല് നമുക്ക് എന്തായാലും ഫുൾ തന്നെ കൊടുക്കാം ഓക്കെ. ബാക്കിലത്തെ വീലില്ല ഓക്കെ. ബാക്കിലത്തെ വീൽ ഇത്രയും ചെറുതാക്കാം ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ ഒരു മോൺസ്റ്റർ കാറിൻ്റെ ലുക്ക് ഉണ്ട് കേട്ടോ. ഫ്രണ്ട് പൊങ്ങിയ മോൺസ്റ്റർ കാർ ഓക്കെ. അത് വെച്ചിട്ടുണ്ട് വേറെ വേണ്ട നൈട്രോ ഇൻസ്റ്റാൾ ഓക്കെ. ബ്രേക്ക് മാറ്റി ഓക്കെ. ടയർ സ്മോക്ക് പിന്നെ പച്ചക്കള ഓക്കെ. അങ്ങനെ നമ്മുടെ വണ്ടി മൊത്തത്തിൽ പണിഞ്ഞിറക്കിയിട്ടുണ്ട് കേട്ടാ. ബെന്നി അപ്പം ഞാൻ ഒരു പ്രാവശ്യം കൂടെ വരാം, അപ്പോൾ വണ്ടി ഫുള്ള് സെറ്റാക്കി ഇട്ടിരിക്കുമല്ലോ ഫ്രീ ആയിട്ട്. ആടാ ജാക്കിയെ അടുത്ത പ്രാവശ്യം നീ വരുമ്പോൾ വണ്ടി സൂപ്പറാക്കി സെറ്റാക്കിയിടാം എൻ്റെ താറ്. ആടാ ബെന്നിയെ ഓക്കെ. നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ ഏതാണ് വണ്ടി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ ഈ വണ്ടി ഇപ്പോൾ ഡ്രിഫ്റ്റ് അടിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ വണ്ടി
തന്നെ സാധനം ഡ്രിഫ്റ്റായി പോകുന്നുണ്ട്. ഓക്കെ, കാരണം വെച്ചാൽ ബാക്കിലത്തെ ടയർ താത്തിയോണ്ടാണ് കേട്ടാ. നമ്മൾ തിരിക്കാതെ തന്നെ ഈ വണ്ടി ചെറുതായിട്ടൊക്കെ ഡ്രിഫ്റ്റായി പോകുന്നുണ്ട്. ഓക്കെ, തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ കറങ്ങി എന്തായാലും പോകട്ടെ. അതുകൊണ്ട് മാക്സിമം നല്ല മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്തൊക്കെ ഓടിക്കണം. എൻ്റെ മോൻ ഇത് എന്തോന്നാണ് വണ്ടി കറങ്ങി കറങ്ങി പോകും. ഓക്കെ, നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്യാൻ. ഓക്കെ, എന്തായാലും അവിടെ ആയിരുന്നല്ലോ നമ്മുടെ വീട്. ഓക്കെ, ഇതെന്താണല്ലോ ഈ വണ്ടി കൊണ്ട് പോകാൻ പാടാണ്. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പതുക്കെ ഈ വണ്ടി കൊണ്ട് നേരെ അവിടെ വീട്ടിൽ പോകാം ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഈ ഒരു വണ്ടീനെ ഇവിടെ ഷിൻഡോടെ കയ്യിൽ കൊണ്ടുകൊടുക്കാം കേട്ടാ. അതിനുമ്പോൾ ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റിയെ കാണിച്ചു കേട്ടാ. ഈ വണ്ടിയിൽ തന്നെ ഞാൻ ബൂസ്റ്റർ വെച്ചിട്ടുണ്ട് കേട്ടാ. ബൂസ്റ്റർ വെച്ച വണ്ടി പറക്കും ഗൈസ്. ഓക്കെ, അത് മാത്രമല്ല ചുമ്മാ ഒന്ന് കറക്കി കഴിഞ്ഞാൽ വണ്ടി ഇതേപോലെ ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റും കേട്ടാ. ഇതെന്തായാലും നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് എന്തായാലും പറയട്ടാ. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. എൻ്റെ മോനെ ഇതെന്തോടെ വണ്ടിയുടെ ഫ്രണ്ട് കാണാൻ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. എന്തായാലും കൊള്ളാം ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ മോനെ ഇതെന്താണ് ഇപ്പം ഇടിക്കുന്നത്. ഇതൊക്കെ പക്ഷെ എൻ്റെ മോൻ ഇപ്പോഴും നാളെ വണ്ടി കിടന്ന് ഡ്രിഫ്റ്റ് അടിക്കുകയാണ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലല്ലേ വണ്ടി ഫുള്ള് നൈട്രോ ഇട്ട് നമുക്ക് എന്തായാലും ഫുള്ള് വണ്ടി സ്റ്റണ്ട് ചെയ്ത് കുറച്ച് നേരം കളിക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഷിൻഡടകയിൽ കൊണ്ടുവിടുക ഗൈസ്. ഓക്കെ, നമുക്കെന്നാലല്ലേ ഈ വണ്ടി കൊണ്ട് നേരെ കത്തിച്ചെന്നാലും വിടാം കേട്ടോ. ഓക്കെ, പക്ഷെ എൻ്റെ മോൻ ഈ വണ്ടി നേരെ കൺട്രോൾ ചെയ്യാനേ ഒന്നിനും പറ്റില്ല ഗൈസ്. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എൻ്റെ മോനെ നമ്മളെന്തായാലും വണ്ടി കൊണ്ട് എന്നാലും സ്പീഡിലെന്നാലും കത്തിച്ച് വിടുകയാണ് കേട്ടാ. എന്തായാലും ഈ വണ്ടി കുഴപ്പമില്ല കേട്ടോ, എന്നാലും അത്യാവശ്യം നൈസാണ് കേട്ടാ. ഓക്കെ, നമുക്കെന്തായാലും ഇതെന്താണ് പോലീസാ? എടാ ജാക്കി, നീ എന്ത് പണിയടാ കാണിച്ചാ? നീ ഒരുത്തനെ ഇടിച്ചു കൊന്നല്ലോ. ഇതാ ഒരുത്തനല്ല, നീ ഇവിടെ ഇപ്പോൾ രണ്ടുപേരെ ഇടിച്ചു വന്ന്. അയ്യോ സാറേ, ഈ വണ്ടിക്ക് തീരെ കൺട്രോൾ ഇട്ടല്ലോ, അതുകൊണ്ട് അറിയാതെ ഇടിച്ചാണ്. എടാ ജാക്കിയ, നീ എന്ത് പണിയടാ കാണിക്കണേ? നീ ആൾക്കാരെ മുഴുവനെ ഇടിച്ച് കൊല്ലോ. അയ്യോ സോറി സാറേ, ഞാൻ ശ്രദ്ധിച്ചില്ല. എടാ ജാക്കി, മര്യാദയ്ക്കൊക്കെ ഇറങ്ങാൻ. ഇവന്മാർക്കല്ല കുഴപ്പമുണ്ട്, ഞാൻ അറിയാതെ ഇടിച്ചിട്ടെന്ന് പറയുമ്പോൾ ഇവന്മാരെ നമ്മുടെ മണ്ടക്കേറാൻ പറഞ്ഞു. ഓക്കെ, നമ്മുടെ വെപ്പൺസുകളൊക്കെ എടുക്കുക. എന്നിട്ട് ഒന്നും നോക്കണ്ട, ഒരൊറ്റ വെടിയും വയ്ക്കാം. അയ്യോ, ഇവിടെ ഇപ്പം എന്താണ് ഈ സംഭവിച്ചത്? നമ്മൾ ഇവന്മാരെ വെടിവെക്കാൻ വന്നതാണ് ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്കാണല്ലോ വെടിയുണ്ട. ആ ബെസ്റ്റ്, നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ എസ്കേപ്പ് ആയി പോകാം കേട്ടോ. ഇവിടെ നിന്ന് ഇവന്മാർ നമ്മൾ അടിച്ച് കൊല്ലും കേട്ടോ. ആ ബെസ്റ്റ്, നമ്മുടെ ബോധം പോയി. അയ്യോ, ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഓക്കെ, നമ്മുടെ കൂട്ടുകാരെ ഷിൻഡോ. ഓക്കെ, നമ്മുടെ ഷിൻഡോയുടെ ഫോർച്യൂണർ പൊട്ടിത്തെറിച്ച് ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ വഴിയിൽ നിന്ന് ഒരു സ്വിഫ്റ്റ് അടിച്ചു തരുന്നുണ്ടോ കേട്ടാ. ഒരു കാര്യം ചെയ്തു, നമുക്കിപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് കൊണ്ട് നേരെ നമ്മുടെ കാർ ഷോറൂമിൽ പോകാം കേട്ടോ. എന്നിട്ട് അവിടെ ഷിൻഡോയ്ക്ക് നമുക്ക് പുതിയൊരു വണ്ടി മേടിക്കാൻ ഗൈസ്. ഓക്കെ, നമ്മുടെ കയ്യിൽ പിന്നെ ഒരു താറുണ്ട് കേട്ടോ, ആ വണ്ടി വേണ്ട ഗൈസ്. ഓക്കെ, അത് അവന് കൊടുക്കണ്ട ഗൈസ്. ഓക്കെ, അത് നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിൽ റിപ്പയർ ചെയ്ത് ഫുള്ള് മോഡിഫൈ ചെയ്ത് സെറ്റായിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ വണ്ടി മോഡിഫൈ ചെയ്ത് കിട്ടും കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച ഷിൻഡോയ്ക്ക് നമുക്ക് എന്തായാലും ആ വണ്ടി കൊടുക്കാന്നാണ് ഗൈസ്, പൊട്ടിത്തെറിച്ച്. ഓക്കെ, പക്ഷെ ആ വണ്ടിയും എടുക്കണ്ടേ, അല്ലാതെ തന്നെ വേറെ ഷിൻഡോയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ ഒരു ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട് കേട്ടോ. അവൻ്റെ കാറാണ് പൊട്ടിത്തെറിച്ചത്. ഓക്കെ, നമുക്ക് ഏത് വണ്ടി മേടിക്കാം. ഓക്കെ, ഇവിടെ പിന്നെ ഇഷ്ടം പോലെ കാറുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഫോർച്യൂണർ ഉണ്ട് കേട്ടോ, അത് വേണ്ട. ഓക്കെ, നമുക്ക് വേറെ ഏതെങ്കിലും വെറൈറ്റി ഒരു വണ്ടി പിടിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് പോർഷെ വാങ്ങിക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും കയ്യിൽ ഇത്രയും പൈസ ഉണ്ടെന്ന് കാര്യമില്ല ഗൈസ്. ഓക്കെ, പാവം കേസ്, അവൻ്റെ ആകെയുള്ള ഈ ഫോർച്യൂണറാണ് കേട്ടോ. ഈ വണ്ടീനെ അവൻ അത്യാവശ്യം നല്ല പൈസ കൊടുത്താണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, അതാണിപ്പോൾ നമ്മൾ കാരണം പൊട്ടിത്തെറിച്ചെന്ന് വെച്ചാൽ. ഫൈനലി നമ്മളെന്തായാലും വണ്ടിയുടെ ഡെലിവറി എടുത്തേക്കാണ് കേട്ടോ. ഓ കൺഗ്രാറ്റ്സ് സാറേ, പുതിയ വണ്ടി എടുത്തേനെ. മതിയടോ. രാവിലെ തന്നെ അവൻ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് കീറി വിളിച്ചോളൂ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും ഈ പോർഷെ ഫുള്ള് മോഡിഫൈ ചെയ്തൊരു കിടിലെ ലുക്കാക്കാം കേട്ടാ. വണ്ടി ഫുള്ള് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടാ. നമ്മളവിടെ ഷിൻഡോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത പുതിയ വണ്ടിയാണെന്ന് വെച്ചാൽ. ഓക്കെ, ഇതിപ്പോൾ പോർഷെ ആണെന്ന് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ വണ്ടി ഫുള്ള് മോഡിഫൈ ചെയ്ത് സെറ്റാക്കി എടുത്തതെന്ന് വെച്ചാൽ കേട്ടാ. അയ്യോ, ഇതിപ്പോൾ എന്താണ് ഈ സംഭവിച്ചത്? ഈ വണ്ടി ഇപ്പോൾ തലകുത്തനെ മറിഞ്ഞല്ലോ. വണ്ടി വരല്ല. ഒരു ബസ് പറഞ്ഞു. ഓക്കെ, ആ ബസ് ഒന്ന് ഇടിക്കുമ്പോൾ നേരെ ആകും. ഓക്കെ, ഓ അവനാണെങ്കിൽ അവിടെ ചൊറിയും കുത്തിയിരിക്കണം. ഒന്ന് ഇടിക്കടാ, ഏവനെങ്കിലും ഒന്ന് ഇടിച്ചാലേ വണ്ടി നേരെ ആകുമോ? ഒരു കാര്യം ചെയ്യും, വണ്ടി എങ്ങനെയെങ്കിലൊക്കെ നേരെയാക്കി നമുക്ക് ഇതും കൊണ്ട് നേരെ വീട്ടിൽ പോട്ടാ. ഓ വണ്ടി നേരെയാക്കുക, ഇനി പതുക്കെ ഓടിക്കുക. ഓക്കെ, ഈ വണ്ടി ഇങ്ങനെ എല്ലാം കറക്റ്റ് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ പതുക്കെ ഓടിച്ചോടിച്ച് നമുക്ക് ഒരു ധൃതിയില്ല. ഓക്കെ, എങ്ങനെയൊക്കെ ഈ വണ്ടി പതുക്കെ ഓടിച്ചോടിച്ച് നമുക്ക് നേരെ ഇതും കൊണ്ട് നേരെ നമ്മുടെ വീട്ടിൽ പോകാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ വണ്ടി ഷിൻഡോയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം കേട്ടോ. ഇവന് വണ്ടി കാണാൻ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്റ്റെബിലിറ്റിയാണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് എന്ന് വെച്ചാൽ. ഓക്കെ, എൻ്റെ മോനെ വണ്ടി കിടന്ന് അങ്ങോട്ടേക്കാണ് കേട്ടോ, കിടന്ന് ആടി വരെ കളിക്കുകയാണ് ഇതൊക്കെ. കാരണം നൈസ് വണ്ടിയാണ് കേട്ടോ, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടെല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് എന്തായാലും പറയട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോവാം. ജാക്കിയെ, നീ എനിക്ക് എന്തൊട്ട് വണ്ടിയാണ് കൊണ്ടുവന്നത്?
എടാ ഞാൻ നിനക്ക് മോഡിഫൈ തന്ന ഫോർച്യൂണർ അല്ലേടാ, നീ ഫോർച്യൂണറിനെ പോർഷായിട്ട് കൺവേർട്ട് ചെയ്താ ഉണ്ടോയ. അത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടാ, അത് ഞാൻ പിന്നെ പറയാം. ഇതിപ്പോൾ എൻ്റെ വകയായിട്ടൊരു ഗിഫ്റ്റ് കേട്ടാ. അതെന്താണ് സംഭവം വെച്ചാലല്ലേ, ഞാനാണെങ്കിൽ അടിപൊളിയായിട്ടൊരു കിടിലെ മോൺസ്റ്റർ ഫോർച്യൂണറുള്ള വണ്ടി മോഡിഫൈ ചെയ്ത കേട്ടാ. പക്ഷേ വർണ്ണ വഴിയിലാണെങ്കിൽ ആ വണ്ടി പോലീസുകാരന്മാരെ ഫുള്ള് കത്തിച്ച് കളഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞ്. അതുകൊണ്ട് ഞാൻ നിനക്ക് ഗിഫ്റ്റായിട്ടൊരു പോർഷ തന്നു. എങ്ങനെയുണ്ട്, നിനക്ക് വണ്ടി ഇഷ്ടപ്പെട്ടാ? ആടാ ജാക്കിയെ, വണ്ടി കാണാൻ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. അപ്പം എന്തായാലും ഞാൻ അപ്പം ഈ ഒരു വണ്ടി കൊണ്ട് പോണേ. ആടാ ശരിയാടാ. ഓക്കെ ഗായ്സ്, അപ്പം ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പം പുതിയൊരു കിടല വീഡിയോ വീണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം തന്നെ എന്തായാലും ചെയ്ത് എന്തായാലും വെക്കാം കേട്ടോ. അപ്പം പുതിയൊരു കിടല വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.